എനിക്കെതിരെ ഹണി റോസ് കൊടുത്ത ഈ കേസിന്റെ കാര്യം എന്താ അറിയോ? പ്രതിയോടൊപ്പം ചേർന്ന് ഹണി റോസിനെ അധിക്ഷേപിച്ചു. ഞാനാണ് എല്ലാ ചാനലുകളിലും വന്ന് ബോച്ചെ ചെയ്തത് തെറ്റാണ് തെറ്റാണ് തെറ്റാണ്, ബോച്ചെ ഹണി റോസിനോട് മാപ്പ് പറയണം എന്ന് പറയുകയും എന്നാൽ ബോച്ചെ ഈ 3 വർഷമൊന്നും പിടിച്ചിട്ട കാര്യമില്ലെന്ന് പറയും. ബോബി ചെമ്മണ്ണൂർ സ്ഥിതി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഒരുപാട് നമ്മുടെ നാട്ടിൽ സേവനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, ചാരിറ്റി ചെയ്ത വ്യക്തിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷെ എനിക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാൻ ഒരു മടിയും തോന്നിയില്ല. പുള്ളി പറഞ്ഞ തെറ്റാണ്, ക്ഷമ പറയണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ എന്നെ പ്രതിയോടൊപ്പം ചേർന്ന് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ 2 വകുപ്പുകൾ ചുമത്തി കേസെടുക്കുക. എനിക്ക് മീരാമാരത്തിനെതിരെ കേസെടുക്കുന്ന പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പോലീസിനോട് സംസാരിച്ച എല്ലാം വീഡിയോയിൽ പകർത്തി യൂട്യൂബിലും മറ്റും ഇട്ടിട്ടുണ്ട്. കാര്യം അറ്റ്ലീസ്റ്റ് നാട്ടുകാരെങ്കിലും അറിയട്ടെ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പോലീസുകാർ എന്ത് ചെയ്യുന്നറിയാം, പഠിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്ഥിരം നിൽക്കും. ഇത് പറ്റുന്ന കഴിഞ്ഞ ആഴ്ച കോടതി എന്നോട് ചോദിച്ചു, ഈസിയായിട്ട് പോലീസുകാർക്ക് പറയാം കുറെ കൂടെ ശക്തമായിട്ട് സാർ ഇതിനെ കേസില്ല, കേസെടുക്കാൻ പറ്റില്ല. പോലീസ് എന്താ പറയുക, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് അന്വേഷിക്കാനാണ്? ചാനൽ ചർച്ചകളിൽ ലൈവ് എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പോലീസ് എന്തോന്ന് അന്വേഷിക്കാനാണ്? അപ്പോ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു കാര്യം മാത്രം, നമ്മൾ പറയുന്നത് ഒരു ബാലൻസ് വേണം. അതായത് സ്ത്രീപക്ഷം തന്നെ ആകണം നിയമങ്ങൾ, പക്ഷെ പുരുഷ വിരോധമാകണം. സ്ത്രീകൾക്ക് സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളുണ്ട്, നേരത്തെ പറഞ്ഞ വാക്കുകളും കൂടെ കടമെടുത്ത് പറയുക. ലീഗൽ ടെററിസം ആണ് 498A എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. നിയമപരമായ തീവ്രവാദമാണ് ഇത് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് പറഞ്ഞത്. ഞങ്ങൾ സ്ത്രീപക്ഷ നിയമങ്ങൾ കൊടുത്തത് അവർക്ക് പരിചകളായിട്ടാണ്, പക്ഷെ ചിലരെങ്കിലും അത് ഉപയോഗിക്കുന്നത് വാളായിട്ടാണ്. ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിൽ മാധ്യമങ്ങൾ, പൊതുസമൂഹം ഒരു ബാലൻസിന് വേണ്ടി, ആ ബാലൻസ് എന്താണ്? പുരുഷന്മാർക്കും പോയി പറയാനൊരു സ്ഥലം, പുരുഷന്മാർക്കും പോയി പറയാനൊരു ഇടം. ഇത് ഇനി എന്റെ വ്യക്തിപരമായ ജീവിതം, ഞാനും ഇത് ആശയത്തിൽ നിന്ന് ചിന്തിച്ചൊന്നുമല്ല, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കിയതാണ്. എന്റെ മകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ജനുവരി 11. അന്നാണ് മാധ്യമങ്ങൾ രാവിലെ ഹണി റോസിന്റെ പരാതിയിൽ എനിക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി. കാര്യം എന്തുകൊണ്ടാ? എന്റെ മകന്റെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുന്നു, അവന്റെ കൂട്ടുകാരുടെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഇനി എനിക്കിത് കൃത്യമായിട്ട് അറിയാം, വിമർശനമൊന്നും വരില്ല. TV ചാനലിലെ വാർത്ത ചർച്ച വരുന്നതും ലൈംഗികാധിക്ഷേപത്തിന് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു. എന്ത് ലൈംഗികാധിക്ഷേപം? ഒന്നുമില്ല. പക്ഷേ എന്ന് പറഞ്ഞാലല്ലേ ഒരു ഗുമ്മുള്ളൂ. ഈ പറയുന്നതിന്റെ ഗും വരണമെങ്കിൽ അങ്ങനെ വന്നാലല്ലേ പറ്റൂ.